അല്ല, ഒരാൾ മാത്രം ഒരു അഭിമുഖമാണ് ചോദിക്കുന്നത്. ചേച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നത്? പുസ്തകം എത്ര പുസ്തകം എഴുതുന്നു? ഒരുപാട് ഒരു 10-20 പുസ്തകങ്ങളിലൊക്കെ കവിതയും കഥകളൊക്കെ പുസ്തകം സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടോ? സ്വന്തമായിട്ടൊരു കഥാസമാഹാരം, ചെറുകഥാസമാഹാരം. എന്താണ് അതിൻ്റെ പേര്? പേരൊളി. ആരാണ് അതിൻ്റെ ആമുഖം? ശുദ്ധീകരണം അക്കിത്തം ആചാര്യൻ്റെ അക്ഷരകേരളം ഗ്രൂപ്പ്. അവര് പിന്നെ സംഘടനയുടെ പേര് അക്ഷരകേരളം. അക്ഷരകേരളം. അല്ല, ചേച്ചി സംഘടന അക്ഷര. ഞാനൊരു വീട്ടുമ്പയാണ് സാധാരണ കോവിഡ് മുഖാന്തരം വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് എഴുതി. പിന്നെ കുറേ ഗ്രൂപ്പിൽ സാഹിത്യ ഗ്രൂപ്പിലൊക്കെ ഇടപെട്ടു. ശരി ശരി. ജോലി വല്ലതും ഉണ്ടായിരുന്നോ? ജോലിയൊന്നുമില്ല, ഞാൻ സാധാരണ വീട്ടമ്മയാണ്. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ഇപ്പോൾ ഇവിടെ ശരി. താമസിക്കുന്ന സ്വന്തം സ്ഥലമോ മറ്റെല്ലാ സ്ഥലമാണോ? തൃശ്ശൂർ തന്നെ, അവണിശ്ശേരി. പിന്നെ സഹോദരനൊക്കെ പിന്നെ അച്ഛൻ ചെറുപ്രായത്തിൽ നാടകമൊക്കെ എഴുതുന്ന അഭിനയിക്കുന്ന ആളായിരുന്നു. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഇത് ഉള്ളിൽ സർഗവാസന ഉള്ളത് അറിയില്ലായിരുന്നില്ല. അത് പിന്നീടാണ് പുറത്തോട്ട് വന്നത്. വെറുതെ ഇരുന്നപ്പോൾ എല്ലാ മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞ സ്വസ്ഥം ഗൃഹഭരണമായി തോന്നിയത് എങ്ങനെയോ ഉണർന്നു. ഇതുപോലെ നല്ല സൃഷ്ടികപദം എന്ന നല്ല ഗ്രൂപ്പിൽ കവിതയോട്ട് 51 ദിവസം എനിക്ക് പൂരിപ്പിക്കാൻ കഴിഞ്ഞു. അതൊക്കെ വലിയ അനുഗ്രഹങ്ങളല്ലേ? അക്ഷരജ്യോതി പുരസ്കാരമൊക്കെ കിട്ടിയ അതിപ്പോൾ വാങ്ങാൻ പോകുന്നു. അപ്പോൾ കൺഗ്രാജുലേഷൻസ് എവരിവൺ. താങ്ക് യു. അതിലൊരു സന്തോഷം, വളരെ സന്തോഷം. എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ 2024 കഴിഞ്ഞു, 23 ഞാൻ പങ്കെടുത്തു. പക്ഷെ 30 ദിവസം എനിക്ക് എഴുതാൻ പറ്റുള്ളൂ, പൂർത്തീകരിക്കാൻ പറ്റിയില്ല. എനിക്ക് ഇതുവരെ 14 പുരസ്കാരം കിട്ടി. ഈ മാസം ഒന്നുകൂടെ ഉണ്ട്, 15ാമത്തെ. എനിക്കൊരു 10 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 14 കിട്ടിയിട്ടുണ്ട് ഇതുവരെ. കാരണം മറ്റേ സാഹിത്യ ഗ്രൂപ്പിന്റെ ഖണ്ഡകാവ്യത്തിലൊരു ഭാഗമായിട്ട് ശേഷഭാഷ മലയാളത്തിന്റെ പുരസ്കാരം എനിക്ക് കിട്ടി. പിന്നെ കാവ്യദളം, അതില് കവിതയൊക്കെ. തിക്കുറിശി ഫൗണ്ടേഷൻ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ? തിക്കുറിശി ഫൗണ്ടേഷൻ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ? കറണ്ട് വരുന്നില്ലല്ലോ, ഞാൻ ഫേസ്ബുക്കിലൊന്നും അധികം ഇതായി വരുന്നുള്ളൂ. അത് ആയിക്കോട്ടെ. അല്ല, നമ്മളെ സംഘടന മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി 1000 രൂപ മേടിക്കണുള്ളൂ. പിന്നെ മാസം ഒരു 100 രൂപയും പിന്നെ ഒരു 50 രൂപയും. മാസമല്ല, ആദ്യം നമ്മൾ വരുന്ന സമയത്ത് അതിൻ്റെ ചിലവിന് വേണ്ടി ഒരു 100 രൂപ മേടിക്കും. പിന്നെ 50 രൂപ ചിലവിന് വേണ്ടി മേടിക്കും. അന്നത്തെ പ്രോഗ്രാം നടത്തുന്നതാണ്. 10 മാസം പരിപാടിയുണ്ട്. വാർഷികം ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതിലൊരു 12 പേർക്ക് മൊമെൻ്റം കൊടുത്തായിരുന്നു. സംഘടനയുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന പൈസ നമ്മൾ എടുക്കില്ല. നമ്മൾ സംഘടനയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അതിനുള്ള ചിലവിനൊക്കെ ഈ പൈസ എടുക്കും. അപ്പോൾ അതിലൊരു 1000 രൂപ ഒന്ന് സഹായിച്ചു കൊടുക്കും. ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പം തന്നോ സ്വീകരിക്കണം. ഉണ്ടോ? അല്ല, കയ്യിൽ പൈസ വല്ല ഉണ്ടോ? അപ്പം ഉള്ളത് കൊടു. ബാക്കി പിന്നെ അയച്ചു തന്നാൽ മതി. ഉള്ളത് കൊടു. എവിടെ ഇരിക്കണം? അതൊന്നും വാങ്ങിച്ചിട്ട് ഉള്ളത് കൊടു. ഒരു സന്തോഷമാവും. നമ്മൾ പേരും രജിസ്റ്റർ ചെയ്തേക്കാതെ. ബാക്കി പിന്നെ അയച്ചു തന്നാൽ മതി. ഉണ്ടായി വാങ്ങിച്ചു തന്നാൽ പിന്നെ നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ. ഇതേപോലെ വിളിക്കുമ്പോഴേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യം അല്ല ഉണ്ട്, എന്നാലും ഒരു 500 രൂപ അഡ്വാൻസ് ആയിട്ട് തന്നെ. പൈസയ്ക്ക് ഇച്ചിരി ടൈറ്റാണ് ഇപ്പോൾ. കാരണം ഈ അവാർഷകം നടത്തിയുകൊണ്ട് പൈസയ്ക്ക് ഇച്ചിരി വലിയ ബുദ്ധിമുട്ട്. ഇവിടം വരെ വന്നത് നമ്മൾ സെലീനെ വിളിച്ചിട്ടാണ് വന്നത്. ഞാൻ ആ ഗ്രൂപ്പിലും ഉണ്ട്. അല്ല, ഞാനിത് കഴിഞ്ഞ് പോകില്ല. അല്ല, ഇതിൻ്റെ അതൊക്കെ മേടിക്കുക, അതിൻ്റെ ഫോട്ടോ എടുക്കണം, മീഡിയ ഒക്കെ എടുക്കണം. അല്ല, വാങ്ങിച്ചോട്ടോ. പിന്നെ ആകുമ്പോൾ തിരക്കാവും.
ആ നിങ്ങൾ എന്തോ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എവിടെ എവിടെ ആലപ്പുഴ ജില്ല കാട്ടൂരം പിന്നെ കവിയാണോ കവയത്രിയാണോ എഴുതും ആ ശരി പേര് ആ പേരെന്തോ ആ ആ പറയും ബാക്കി കാര്യങ്ങളും അങ്ങോട്ട് പറയും ആ അഡ്മിനാണ് പിന്നെ മറ്റു കാര്യങ്ങൾ അല്ലാതെ എന്തോ ചെയ്യുന്നു ആ വീഡിയോ ഓണാണ് അതുകൊണ്ടാണ് പറയും അവാർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല എനിക്ക് 14 അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ആ ആ ശരി ആ ആ ആ ആ ആ സന്തോഷമുണ്ട്, അതുകൊണ്ട് ശാന്തതയുണ്ട്. പിന്നെ മുഖത്ത് ഒരു പ്രസന്നമായ മുഖവും മറ്റേ ഭാവങ്ങളും ആ നവരസങ്ങളൊക്കെ കാണാനുണ്ട്. എല്ലാം ഉണ്ട്. പറയുമ്പോൾ എല്ലാം പറയണോ? പലതും അല്ലത് കാര്യമാണ് പറയുന്നത്. എല്ലാ ഭാവങ്ങളും അനുഗ്രഹവും ആദ്യം നൽകുന്നു. ബേബി കൃഷ്ണൻ എന്നാണ് ഞാൻ. സഹയാത്രി കലാ സാംസ്കാരിക വേദി പകൽക്കുറി എന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ്, അഡ്മിനുമാണ്. പകൽക്കുറി അത് ഇട്ടാറ് പേര് എഴുതിയിട്ട പകൽക്കുറിയാണ്. പകൽക്കുറി പകൽക്കുറി സ്ഥലത്തിൻ്റെ പേരാണ്. തിരുവനന്തപുരം ജില്ലയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ചർച്ച നമുക്ക് ഇതാ പുസ്തക പ്രകാശനമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ശരി. രണ്ടാമത്തെ കഥാസമാഹാരം തിക്കുറിശി ഫൗണ്ടേഷനിൽ രാജൻ വി പൊഴിയൂർ സാറിൻ്റെ കൊടുത്തേക്കാണ്. സാറിന് ശകലം തിരക്കായുണ്ട്, നോക്കാം. ബേബി കൃഷ്ണൻ തീർന്നില്ല, ഇനിയുണ്ട്. ഇനി ഇച്ചിരി കാര്യം കൂടെ പറയാം. ഞാൻ അത് എൻ്റെ കുറച്ച് കാര്യം കൂടെ പറയാം. ഞാൻ അതേപോലെ പ്രസിഡൻ്റാണ്. സഹയാത്രി ആഷ്കബ് വേളമാനിൻ്റെ പ്രസിഡൻ്റാണ്. തിക്കുറിശി തിക്കുറിശി ഫൗണ്ടേഷൻ ജോയിൻറ്റ് എക്സിക്യൂട്ടീവ് അംഗമാണ്. കൊല്ലം കലാക്ഷേത്രത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. തൂലിക എന്ന വേൾഡ് ഗ്രൂപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അടുത്തതായി ഇപ്പോൾ പ്രസിഡൻ്റ് ആവാൻ പോണ് പുതിയ കേരള കലാസാഹിത്യവേദിയുടെ റേഞ്ച്. അത് ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഈ മാസം അടുത്ത ഷൂട്ടിംഗ് ഉടനെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പല പരിപാടികൾ. ഒരു സ്റ്റേഷനറി കടയുണ്ട്, അത് വേളമാൻ. അപ്പം അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെ പരിചയപ്പെടാൻ പറ്റും. ഇന്ന് ഇല്ലാത്തതും സ്നേഹവും സഹകരണമാണ് ഇന്നില്ലാത്തത്. അത് നമ്മൾ കൂടുതൽ വളർത്തിയെടുക്കുക. അതിനുള്ള ഒരു സെക്കൻഡ് അതിനുള്ള സഹകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. അതേപോലെ മലയാളം അന്യം നിന്ന് പോകും. മലയാള സാഹിത്യം അത് നമുക്ക് പുനരുദ്ധരിപ്പിക്കണം. വായന കൂട്ടണം. അത് എഴുതാനുള്ള കൊച്ചുകുട്ടി നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ഓ ശരി. ബേബി കൃഷ്ണൻ ഇത് അതൊന്നും ഇടണ്ട, അതിനോടണ്ട പൈസ. ഇത് നമ്മൾ അതിൽ വരാനുള്ള കാര്യമല്ല. ഇത് നമ്മളെ സഹയത്തിൻ്റെ പേരിലുള്ള അതിനാണ് അത് കണ്ടന്റ് ഇട്ടേക്കണം. പേര് ഇട്ടേക്കണം. പേരും അയച്ചേക്കുന്ന പേരും ഫോൺ നമ്പറും അയച്ചേക്കണം. എന്നാലും അത് ആഡ് ചെയ്യാം. നമ്മളെ ബുക്കിൽ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയാണ് 500 രൂപ അയച്ചു തരണം. പിന്നെ 500 വിളിപ്പിച്ചിട്ട് 500 രൂപ
ഒരാഴ്ച അടുത്ത ഫംഗ്ഷന് അവാർഡ് അത് അവാർഡിന് നമ്മൾ പൈസ ഇല്ലില്ല അത് സഹോദരി ചെയ്യുന്നതിൻ്റെ ഇതിൻ്റെ ജോലിക്കാണ് അല്ലാതെ ആരെയും അവാർഡിന് ഒരു പൈസ ആരെയും ഞാൻ കണ്ടെങ്കിൽ ഫോൺ ചെയ്യാം പിന്നെ Thank you, sir. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെ ചെയ്യുന്നത്? പുസ്തകം ഇറക്കിയിട്ടുണ്ടോ? എത്ര പുസ്തകം ഇറക്കി? 3 പുസ്തകം. എന്തോ പേര്? ഒരു കഥാസമാഹാരം താരകം. അല്ല സിസ്റ്ററുടെ പേര്? എന്റെ പേര് കാർത്തിക. ഇത് നമ്മുടെ മലനാട് ടിവിയുടെ ഇത് എടുക്കുകയാണ്. എന്താ പേര്? സന്ധ്യചന്ദ്രൻ. അവാർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അതെ. എത്ര KSTയുടെ ജില്ലാതലത്തിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാഹിത്യ കൂട്ടായ്മകളുടെ മത്സരങ്ങളിൽ പങ്കെടുത്തതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഷോർട്ട് ഫിലിമിലോ? ഞാൻ എൻ്റെ 3ാമത്തെ ഫിലിം ഇപ്പം ഈ മാസം ഇറങ്ങും. ഷൂട്ടിങ് ഇറക്കാൻ പോകുന്നു. 4ാമത്തെ അതിൻ്റെ പുറകുണ്ട്. പിന്നെ അത്തിക്കുറിശി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗമാണ്. പിന്നെ കൊല്ലം കലാക്ഷേത്രത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. പിന്നെ തൂലിയ എന്ന സംഘടന വേൾഡ് സാഹിത്യ പ്രവർത്തനത്തിൻ്റെ വേൾഡ് ഗ്രൂപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇങ്ങനെ ഒരുപാട് ബേബി കൃഷ്ണൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അവാർഡ് കൊടുക്കുന്നു. വരാം. മനോഹരമായ ഒരു കവർ പേജാണ് മാഗസിൻ. ഇതുപോലുള്ള മനോഹരമായ വർണ്ണാഭമായ മാഗസിനുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്ന കാലം ഭാവി വിദൂരമല്ല. എല്ലാവരുടെയും സഹകരണം എപ്പോഴും ഉണ്ടായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഒന്നുകൂടെ സാറേ ഒന്ന് പിടിച്ചേ. ഓക്കെ. താങ്ക് യു സർ.